വേൾഡ് കപ്പ് തുടങ്ങി മൂന്നാല് മത്സരങ്ങളും കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ വേൾഡ് കപ്പ് തുടങ്ങുക ബ്രസീൽ മൊറോക്കോ മത്സരത്തോടു കൂടിയാണ്. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ കപ്പൊക്കെ നേടാത്ത ചെറിയ ചെറിയ ടീമുകളുടെ മത്സരമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാണ് ബ്രസീൽ മൊറോക്കോ മത്സരം. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നാളെ വെളുപ്പാങ്കാലം 3:30 ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ബ്രസീൽ മൊറോക്കോ മത്സരം കാണുന്നതിന് മുമ്പ് ബ്രസീൽ ഫാൻസ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഒപ്പം ബ്രസീൽ പേടിക്കേണ്ട, ചെറിയ രീതിയിലെങ്കിലും ഭയപ്പെടേണ്ട മൊറോക്കോയിലെ ചില താരങ്ങളുണ്ട്. അതുപോലെ തന്നെ ബ്രസീലിന്റെ ആദ്യത്തെ മത്സരത്തിലെ ആ ഒരു ലൈനപ്പ് എങ്ങനെയായിരിക്കും കാർലോ ആഞ്ചലോട്ടി തയ്യാറാക്കുക. ഇപ്പൊ ഇതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു മത്സരത്തിന് ശേഷവും മത്സരത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ബ്രസീലും മൊറോക്കോയും തമ്മിൽ ചരിത്രത്തിൽ ഇതുവരെ 3 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. നേർക്ക് നേർ വന്നിട്ടുള്ളത് വെറും 3 തവണ മാത്രമാണ്. അതിൽ ആദ്യത്തെ പ്രാവശ്യം 1997 ബ്രസീലും മൊറോക്കോയും നേർക്ക് നേർ ഒരു മത്സരം കളിക്കുന്നത്. ഒക്ടോബർ 9 ഇതൊരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ബ്രസീൽ അന്ന് വിജയിച്ചിരുന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ ബ്രസീൽ അങ്ങ് അമ്പെ പരാജയപ്പെടുത്തി കളഞ്ഞു. രണ്ടാമത്തെ മത്സരം തൊട്ടടുത്ത വർഷം, അതായത് 1998 നടന്ന വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലാണ്. ജൂൺ 16 ബ്രസീൽ മൊറോക്ക മത്സരം നടന്നു. ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ബ്രസീലിന്റെ ഒരു വേൾഡ് കപ്പിലെ അറ്റാക്കിങ്ങിനെ കുറിച്ച്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഏത് വർഷം മുതലാണ് ബ്രസീലിന്റെ മത്സരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഏത് മത്സരം മുതലാണ് ബ്രസീലിന്റെ മത്സരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വർഷമാണ് 1998. അപ്പോ നിങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിലെ ബ്രസീൽ മൊറോക്കോ മത്സരം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറയുക കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു മത്സരം എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ബ്രസീൽ ജയിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ബ്രസീൽ മൊറോക്കോ മത്സരം നടന്നത് ഈ ഇടയ്ക്കാണ്. ഈ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു 2 വർഷം മുമ്പ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 2023 മാർച്ച് മാസം, 3 വർഷം മുമ്പ് 2023 മാർച്ച് 25 ഒരു ഫ്രണ്ട്ലി മത്സരം മൊറോക്കോ 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ പരാജയപ്പെടുത്തി. ഈ മത്സരം ഞാൻ കണ്ടിരുന്നു. അന്ന് ബ്രസീലിനെ സംബന്ധിച്ച് അവർക്കൊരു പ്രോപ്പർ കോച്ച് ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ബ്രസീൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ കോച്ച് പോയി. അതിനുശേഷം അവർ കോച്ചിനെ വെക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചിന് ശേഷമാണ് കോച്ച് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊരു കോച്ചില്ലായിരുന്നു, ഒരു പ്രോപ്പർ കോച്ചില്ലായിരുന്നു ബ്രസീൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു മത്സരം 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ മൊറോക്കോ പരാജയപ്പെടുത്തി. ഈ മത്സരം ഞാൻ ലൈവ് കണ്ടിരുന്നു. ഇത് പലരും കണ്ടിരിക്കാം. അപ്പൊ 1998 മത്സരം, വേൾഡ് കപ്പിലെ മത്സരം കണ്ടിട്ടുള്ളവരുണ്ടോ എങ്കിൽ അത് കമന്റിൽ പറയാം. അപ്പൊ ഈ ഒരു 3 മത്സരങ്ങളാണ് ബ്രസീൽ മൊറോക്കോയും ചരിത്രത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ള 3 മത്സരങ്ങൾ. നമ്മൾ ഈ ഒരു വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മത്സരങ്ങളിൽ ഒന്നാണ് ബ്രസീൽ മൊറോക്കോ മത്സരം. ഇവര് തമ്മിൽ ഒരേ ഗ്രൂപ്പിൽ വന്ന സമയത്ത് മുതൽ പലരും പറഞ്ഞൊരു സംഭവമാണ്, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല വീഡിയോസിൽ. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലെ ഈ ഒരു ബ്രസീലിന്റെ പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ്. പല മത്സരങ്ങളിലും ബ്രസീൽ തോറ്റിട്ടുണ്ടായിരുന്നു, സമനില, അതുപോലെ തന്നെ അങ്ങനെ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർലോ ആഞ്ചലോട്ടി കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. പല പൊസിഷനിലും പ്ലേയേഴ്സിനെ മാറ്റി ഫോർമേഷൻസ് മാറ്റി അങ്ങനെ കുറെ ടെസ്റ്റുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, ഇനി യഥാർത്ഥ റിയാലിറ്റിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ബ്രസീൽ മൊറോക്കോ മത്സരത്തോടു കൂടി നമുക്ക് ഒരു രീതിയിൽ അറിയാൻ പറ്റും ബ്രസീലിന്റെ ഈ ഒരു വേൾഡ് കപ്പ് സാധ്യതയെ പറ്റി ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കുമെന്നതാണ്. അപ്പൊ ഈ ഒരു വേൾഡ് കപ്പിൽ ബ്രസീൽ മൊറോക്കോയുടെ നിരയിൽ കുറച്ചെങ്കിലും കരുതലോടെ കാണേണ്ട മൊറോക്കോയുടെ കുറച്ച് സൂപ്പർ താരങ്ങളുണ്ട്. നമ്മൾ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആ എതിർ ടീമിലെ എല്ലാ പ്ലേയേഴ്സിനെയും ഒരേപോലെ തന്നെ കാണണം. എന്നാൽ മൊറോക്കോയിൽ കുറച്ച് സ്റ്റാർ പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ബോനോ. ആളൊരു അസാധ്യ കീപ്പറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം നമ്മൾ കണ്ടതാണ്, കിടിലൻ സേവുകൾ നടത്തി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി വരെ ഈ ഒരു മൊറോക്കോ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കീപ്പറാണ്. പിന്നെ ഉള്ളത് അഷ്റഫ് ഹക്കീമി, അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന അഷ്റഫ് ഹക്കീമി ലോകത്ത് നിലവിലെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്കാണ്. നിലവിലെ
ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്ക് ആണ് അഷ്റഫ് ഹക്കീമി. നല്ല രീതിയിൽ അറ്റാക്കിങ്ങും അതുപോലെ തന്നെ ഡിഫൻസും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ആധുനിക ഫുട്ബോളിലെ ഒരു വിൻ ബാക്ക് ആണ് ആള്. കിടിലൻ പ്ലെയർ ആണ്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് സോഫിയൻ അമർബാദ് എന്ന് പറയുന്ന അവരുടെ മിഡ്ഫീൽഡറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം വളരെ മികച്ച പെർഫോമൻസ് ആണ് ആൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു സമയത്ത് ആളെ ചുറ്റിപ്പറ്റി വലിയ ടീമുകളുടെ റൂമേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. കിടിലൻ പ്ലെയർ ആണ്. കിടിലൻ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ മരിച്ചു കളിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടത്. അതായിരുന്നു ഫ്രാൻസിനെതിരെയൊക്കെ നോക്കുമ്പോൾ അവർ ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ടു. എന്നാൽ പോലും ആ ഒരു മത്സരത്തിൽ ആ ഒരു കിലിയൻ എംബാപ്പയെ ചേസ് ചെയ്ത് അവസാനം ടാക്കിൾ ചെയ്ത ആ ഒരു ഇൻസിഡന്റ് മാറ്റിയതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതുപോലെ ഒരു ഡിഫൻസീവ് മിഡ് റോള് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് സോഫിയൻ അമർദാബാദ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ബെർഹിൻ ഡയസ് ആണ്. കഴിഞ്ഞ ആ ഒരു ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ഈ ഒരു ബെർഹിൻ ഡയസ്. അദ്ദേഹത്തിന്റെ ക്ലബ് കരിയർ നമ്മൾ നോക്കുമ്പോൾ റയലിലാണ്. അത് അത്ര മികച്ച കരിയർ അല്ല, ഒരു സുഖകരമായിട്ടുള്ള ഒരു കരിയർ ഒന്നും അല്ല. എന്നാൽ പോലും ആളുടെ ഈ ഒരു നാഷണൽ ടീമിന് വേണ്ടിയുള്ള പെർഫോമൻസ് അത് ടോപ്പ് ക്ലാസ് ആണ്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റീസെന്റ് ഡേയ്സിൽ. നമ്മൾ നോക്കുമ്പോൾ ആള് ഡെബ്യൂ ചെയ്ത അന്ന് മുതൽ തന്നെ ഇങ്ങോട്ട് ഈ ഒരു മൊറോക്കോയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളിൽ ആള് ഒരു പ്രത്യേക തരം ഗെയിമാണ് കളിക്കാറ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ആൾ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട പ്ലേയേഴ്സ്. വേറെയും നല്ല പ്ലേയേഴ്സ് ആ ഒരു സ്ക്വാഡിൽ ഉണ്ടെങ്കിലും ഞാൻ മെയിൻ ആയിട്ട് നോക്കി കാണുന്ന പ്ലേയേഴ്സ് ഇവരാണ്. അപ്പോൾ ഇവരുടെ ഒരു പെർഫോമൻസ് മൊറോക്കോയെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. ബ്രസീലിന്റെ വേൾഡ് കപ്പിലെ ആ ഒരു ആദ്യത്തെ മത്സരത്തിലെ ലൈനപ്പ് 4-2-3-1 ഈ ഒരു ഫോർമേഷൻ ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിച്ച മത്സരങ്ങളിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫോർമേഷൻ ആണ്, 4-2-3-1 ഫോർമേഷൻ. വേറെ ഒന്നെന്ന് പറയുന്നത് 4-3-3 എന്ന് പറയുന്ന ഫോർമേഷൻ ആണ്. പിന്നെ ഉള്ളത് 4-2-2-2 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ. ഇത്രയും ഫോർമേഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു മത്സരം പോലും തോൽക്കാത്ത ഫോർമേഷനാണ് ഈ ഒരു 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷൻ. നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ. ആ ഫോർമേഷൻസിനെ കുറിച്ച് 10 മത്സരങ്ങളായിരുന്ന സമയത്ത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 12 മത്സരങ്ങളായെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിൽ ബ്രസീൽ പരാജയപ്പെട്ടിട്ടേ ഇല്ല. അത് മാത്രമല്ല നല്ല നല്ല വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. റീസെന്റ് ഡേയ്സിൽ കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ ഇതേ ഫോർമേഷനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 4-2-3-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ ഒരു ട്രഡീഷണൽ ഫോർമേഷൻ ആണ്. അപ്പൊ ഇത് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഗോൾ കീപ്പറായിട്ട് ഒരു സംശയം വേണ്ട, ആലിഫൻ തന്നെയായിരിക്കും ഗോൾ കീപ്പർ. എനിക്ക് കഴിഞ്ഞ മത്സരത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആലിഫൺ നമുക്ക് വിശ്വസിക്കാം. ആലിഫൺ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ മികച്ചൊരു കീപ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആലിഫൺ തന്നെയായിരിക്കും ഗോൾ വില കാക്കുക ബ്രസീലിന്റെ ആദ്യത്തെ മത്സരത്തിൽ. ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കിഞ്ഞോസ് PSG വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ 2 സീസണുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ക്യാപ്റ്റനാണ്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് ആള് ഡിഫൻസിൽ നടത്തുന്നത്. അപ്പോൾ മാർക്കിഞ്ഞോസ് ആയിരിക്കും ഒരു സെന്റർ ബാക്ക്. അപ്പുറത്തത് ഗബ്രിയൽ മെഗലേസ് ആയിരിക്കും. അറിയാലോ, ഗബ്രിയൽ ആഴ്സണലിന് വേണ്ടി വളരെ മികച്ച രീതിയിലാണ് കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗബ്രിയൽ തന്നെയായിരിക്കും അടുത്തൊരു സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുക എന്നതാണ്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോ ആണ്. പണ്ട് മുതൽ തന്നെ ബ്രസീലിന്റെ റൈറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് എല്ലാ പൊസിഷനും ഒരുപോലെയാണ്. കാരണം കുറെ ലെജൻസ് എല്ലാ പൊസിഷനിലും ഉണ്ട്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോയെ തന്നെ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ ഉപയോഗിക്കുക എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം. ഇനി ലെഫ്റ്റ് ബാക്കിൽ അവിടെ അലക്സാൻഡ്രോനെ ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ കഴിയുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അലക്സാൻഡ്രോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഒരാൾ എന്തായാലും കാസിമീറോ ആയിരിക്കും. കാസിമീറോ ആൾക്ക് 33 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആള് കളിക്കുന്ന ഗെയിം, ആളിടുന്ന എഫേർട്ട് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വളരെ മികച്ച എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് ആൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആള് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുവാണ്, മെസ്സിക്കൊപ്പം കളിക്കാനായിട്ട് ഇവിടെ MLS പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഇതുവരെ ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കാസിമീറോയാണ് ഒരു ഡിഫെൻസീവ് മിഡ് പൊസിഷനിൽ കളിക്കുക. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബ്രൂണോ ഗുമിറസ് ആണ്.
ബ്രസീലിന്റെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ബ്രൂണോ ഗിമീറസ് ഈ ഒരു ആധുനിക ഫുട്ബോളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പക്ഷെ ആരും കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. ആള് പക്ഷെ അണ്ടർ റേറ്റഡ് ആണ് ആള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂകാസ്റ്റൽ യുണൈറ്റഡിൽ കളിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ഒരു സമയത്ത് ആളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും അതിനുള്ള ഒരു ടോക്ക് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രൂണോ ഗിമീറസും അസാധ്യ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ആളായിരിക്കും ആ ഒരു സ്റ്റാർട്ടിങ് 11 ആ ഒരു പൊസിഷനിൽ കൈകാര്യം ചെയ്യുക. ആളെ നമുക്ക് വിശ്വസിച്ച് കളിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലെയർ തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ക്ലബ് ഫുട്ബോളിലും ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നത് അറ്റാക്കിംഗ് മിഡ് പൊസിഷനാണ്. അറ്റാക്കിംഗ് മിഡ് പൊസിഷനിൽ ഞാൻ നെയ്മറിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നെയ്മറിന് ഇഞ്ചുറി ആണല്ലോ. നെയ്മറിന് ഈ ഒരു ഫസ്റ്റ് മാച്ച് എന്തായാലും നെയ്മർ കളിക്കത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ ഫുള്ളായിട്ട് ഫിറ്റ് ആയിട്ടില്ലെന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മറിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, കാരണം നെയ്മർ ഇല്ലെങ്കിലും ബ്രസീൽ ഗ്രൂപ്പ് കടന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകും, നോക്കൌട്ട് റൗണ്ടിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നെയ്മറിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മാച്ചിൽ നെയ്മറിനെ കളിപ്പിച്ച് വീണ്ടും ഒരു റിസ്ക് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നെയ്മറിനെ കളിപ്പിക്കാതിരിക്കുന്നതാണ്. അപ്പൊ നെയ്മറിനെ കളിപ്പിക്കാതിരിക്കുക, ഗ്രൂപ്പ് കിടക്കട്ടെ, ആള് റെസ്റ്റ് എടുക്കട്ടെ, എല്ലാം ക്ലിയർ ആയിട്ട് ഫുൾ ഫിറ്റ് ആയിട്ട് ഗ്രൂപ്പിന് ശേഷമുള്ള ആ ഒരു നോക്കൌട്ട് റൗണ്ടിൽ വന്നാൽ മതി. അപ്പോൾ അതുവരെ ആള് കളിക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പിലെ അവസാന മാച്ചിലൊക്കെ ആളെ ഉപയോഗിക്കാം, സബായിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് മിഡ് പൊസിഷനിൽ ഞാൻ ലൂക്കാസ് പക്കേറ്റിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആ ഒരു അറ്റാക്കേഴ്സിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ ഞാൻ ഈ ലൂക്കാസ് പക്കേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. കാരണം ബ്രസീലിന്റെ സ്ക്വാഡിലെ അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് അവർ വെച്ചിരുന്ന പ്ലേയേഴ്സ്, അത്രയും പ്ലേയേഴ്സിനെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ലൂക്കാസ് പക്കേറ്റ തന്നെയായിരിക്കും ഈ ഒരു പൊസിഷനിൽ വരിക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലൂക്കാസ് പക്കേറ്റയുടെ ക്ലബ് കരിയർ അതിനെക്കുറിച്ച് നോക്കണ്ട. ക്ലബ് കരിയർ ഇടയ്ക്കൊക്കെ ആൾ നന്നായിട്ട് കളിക്കും, ഇടയ്ക്കൊക്കെ പിന്നെ അങ്ങോട്ട് മോശം, ഒരു ബാലൻസ് ഇല്ലാത്ത, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത കരിയറാണ്. പക്ഷേ ആള് എപ്പോഴൊക്കെയാണോ ആ ഒരു മഞ്ഞക്കുപ്പായിട്ട് കളിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ ആളുടെ മാക്സിമം ആ ഒരു നൽകിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ലൂക്കാസ് പക്കേറ്റ ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് വരിക. ലെഫ്റ്റ് വിങ്ങറായിട്ട് ഉറപ്പായിട്ടും നമുക്ക് അവിടെ വിനീഷ്യസ് ജൂനിയർ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലാണ് വിനീഷ്യസിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതും ഈ ഒരു വേൾഡ് കപ്പിൽ വിനീഷ്യസ് പ്രൂവ് ചെയ്യണം. തന്നെ കുറെ ക്രിറ്റിസിസം ഉണ്ട്, അറിയാലോ. ക്ലബിന് വേണ്ടി കളിക്കുന്ന ആ ഒരു ഗെയിം വിനീഷ്യസ് നാഷണൽ ടീമിന് വേണ്ടി നടത്തുന്നില്ല എന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിനീഷ്യസ് പ്രൂവ് ചെയ്യണം തനിക്ക് ഈ ഒരു മഞ്ഞക്കുപ്പായത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ട് എന്നത് പ്രൂവ് ചെയ്യുക. അപ്പൊ അതിനുള്ളൊരു അവസരമാണ് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഈ ഒരു വേൾഡ് കപ്പ്. അപ്പൊ വിനീഷ്യസ് ആ ഒരു ലെഫ്റ്റില് സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ് സൈഡില് റാഫീഞ്ഞയാണ്. കഴിഞ്ഞ 2 സീസൺ കൊണ്ട് കരിയർ അമ്പയെ മാറ്റിമറിച്ച പ്ലെയറാണ് റാഫീഞ്ഞ. 2 സീസൺ മുമ്പ് ബ്രസീലിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ പോലും വരത്തില്ലായിരുന്നു റാഫീഞ്ഞ. പക്ഷെ ഇപ്പോൾ ബ്രസീലിന്റെ കറന്റ്ലി ഉള്ള പ്ലെയേഴ്സിന്റെ ഏറ്റവും മികച്ച പ്ലെയേഴ്സിന്റെ ലിസ്റ്റിലുണ്ട് റാഫീഞ്ഞ. കഴിഞ്ഞ 2 സീസണിലെ ആ ഒരു പെർഫോമൻസ് ആണ് അതിന് മെയിൻ കാരണം. എൽ ക്ലാസിക്കോകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആള് അങ്ങ് ആടി തിമിർക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ 2 സീസണിൽ. കഴിഞ്ഞ സീസണിൽ കുറച്ച് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ്സ് ആൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു റാഫീഞ്ഞ ആയിരിക്കും റൈറ്റ് സൈഡിൽ കളിക്കുക. ക്ലബിൽ അദ്ദേഹത്തിന്റെ ക്ലബായിട്ടുള്ള ബാഴ്സയിൽ ആള് ലെഫ്റ്റിൽ കളിക്കുന്നുണ്ട്, അറ്റാക്കിംഗ് മിഡായിട്ടൊക്കെ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ആള് റൈറ്റിലും കളിക്കും. റൈറ്റ് ആണ് ആളുടെ ഒരു മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. ബാഴ്സയിൽ ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷമാണ് ആൾ ആ ലെഫ്റ്റ് പൊസിഷനിലേക്ക് കൂടുതലായിട്ട് കളിക്കുന്നത്. അപ്പോൾ റൈറ്റിൽ റാഫീഞ്ഞ ആയിരിക്കും. സെന്റർ ഫോർവേഡ് പൊസിഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 3 ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. മത്തേസ് കുഞ്ഞ, അതുപോലെ തന്നെ എൻട്രിക്ക്, പിന്നെ മറ്റേ തിയാഗോ. ഈ 3 പ്ലേയേഴ്സ് ആണ് ആ ഒരു പൊസിഷനിലുള്ളത്. ഇതിൽ മത്തേസ് കുഞ്ഞയെ തന്നെ എടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. മത്തേസ് കുഞ്ഞ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് പൊസിഷൻസ് സ്വിച്ച് ചെയ്യാം. ഈ ഒരു വിനീഷ്യസ് എന്തായാലും ലെഫ്റ്റിൽ മാത്രമേ കളിക്കത്തുള്ളൂ. ബാക്കി 3 പ്ലേയേഴ്സിനും ലൂക്കാസ് പക്കേറ്റയ്ക്കും റാഫീഞ്ഞയ്ക്കും മത്തേസ് കുഞ്ഞയ്ക്കും പൊസിഷൻ സ്വിച്ച് ചെയ്യാം. പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആധുനിക ഫുട്ബോളിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഒരു പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നത് അത് ഓപ്പോസിറ്റ് ടീമിന്റെ ഡിഫൻസിനെ സംബന്ധിച്ച് അവർക്ക് മാർക്ക് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും. ആരെ മാർക്ക് ചെയ്യണം അറിയാൻ മേല. സെന്റർ ഫോർവേഡ് മാർക്ക് ചെയ്യുമ്പോൾ ആൾ വിങ്ങിൽ പോകും. അപ്പോൾ ഈ ഒരു സെന്റർ ബാക്ക് ഓട്ടോമാറ്റിക് ആ ഒരു പ്ലെയറെ മാർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങോട്ട് കുറച്ച് മൂവ് ആകുമ്പോൾ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആകും. ഇങ്ങനത്തെ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ആധുനിക ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ PSG അവർ ചെയ്യുന്ന ഇതേ പരിപാടിയാണ്. അവരുടെ സെന്റർ ഫോർവേഡ് ആരാന്ന് കോച്ചിന് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. ഫോർമേഷനിൽ ഒരാൾ കാണും, പക്ഷെ ഗ്രൗണ്ടിൽ വേറെ ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് PSG പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു സീസണിൽ അത് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബാഴ്സലോണ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേയേഴ്സ് ഇങ്ങനെ അറ്റാക്കിംഗ് തേർഡിൽ അവരുടെ പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നത് ഓപ്പോസിറ്റിലെ ഡിഫൻഡേഴ്സിന് വലിയ തലവേദനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മത്തേസ് കുഞ്ഞെ തന്നെ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ വെക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. അപ്പൊ അത്രയേ ഉള്ളൂ, ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ മത്സരത്തിന് ശേഷം, ഈ ഒരു മാച്ചിന് ശേഷം ഒരു മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.